വെളുപ്പിന് 3:30 നമ്മളിന്ന് അപ്പന് സർപ്രൈസ് കൊടുക്കാനായിട്ട് പോവുക. 1 വർഷം കഴിഞ്ഞിട്ട് അമ്മയും ചേച്ചിയും ചേട്ടനും എല്ലാവരും കൂടെ വരുന്നുണ്ട്. അപ്പനറിഞ്ഞിട്ടില്ല, അവർ വരുമെന്നറിയാം, പക്ഷെ ഇന്നാ വരുന്നതെന്ന് അറിയത്തില്ല. സോ അവരെ വിളിക്കാനായിട്ട് ഞാനിപ്പോൾ പോവുക. ഇത് ജസ്ലിൻ. അപ്പൻ കിടന്നുറങ്ങുക, അപ്പനറിയാതെ വേണം പോവാൻ. ചിലപ്പോൾ അപ്പൻ 4 മണിയാകുമ്പോൾ എണീക്കും. സാധാരണ അലാറം വെച്ച് അങ്ങനെ എണീക്കാറുള്ളതാണ്. അപ്പം അതിനു മുമ്പ് നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. സോ സ്റ്റാർട്ട് ദി ഡേ. പോട്ടെ. കൂട്ടത്തന്നെ വിളിച്ചിട്ടുണ്ട് വരാമെന്ന് പറഞ്ഞേ. അപ്പം അപ്പനറിയാം അവർ വരുമെന്ന്, പക്ഷെ ഇന്നാണ് വരുന്നതെന്ന് അറിയത്തില്ല. നമ്മുടെ ഓട്ടെ ചേട്ടാ, ഗുഡ് മോർണിംഗ്. ഈ കുപ്പി കഴിയാം. എന്നാൽ പുറകെ ഇരിക്കാം. പുറകെ ഇരിക്കാം. അല്ല ഇല്ല, ഞാൻ 3:30 ഞാൻ റെഡി ആയിട്ട് എനിക്ക് വരും. ആരെ കണക്ഷൻ ഫ്ലൈറ്റ്. അപ്പൊ വെളുപ്പിന് 4:30 അവിടുന്ന് കയറത്തുള്ളൂ. 4:30 കയറി കഴിഞ്ഞാൽ ഇവിടെ 7:30 പറ്റും. നമ്മള് പണ്ട് പോയപ്പോ നമ്മള് താമസിച്ചല്ല അന്ന് എന്ന് വെച്ചാല് മറ്റേ ബ്ലോക്ക്. പിന്നെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ബ്ലോക്ക് ഉള്ളതുകൊണ്ടാണ് താമസം. ഇപ്രാവശ്യം പിന്നെ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ലെന്ന് വിചാരിക്കുന്നു. ഇല്ല, അതിന് ലേറ്റ് ആയിട്ടാ പോയത്. എനിക്ക് അതുകൊണ്ടാ, നമുക്ക് സമയമില്ലായിരുന്നു. ഇതിപ്പോ നമുക്ക് സമയമുണ്ട്. എന്തായാലും കറക്റ്റ് സമയത്ത് എത്തും. പോട്ടെ. നമ്മൾ അറൈവൽസിൽ വന്ന് ഇത് കണ്ട് വെള്ളമൊക്കെ ഓക്കെ. മേരിയുടെയൊക്കെ ഫ്ലൈറ്റ് ഇപ്പോൾ വരും. നമ്മളിവിടെ 6:48 എത്തി. ഇനിയിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യണം. അവിടെയുണ്ട് ജസ്റ്റിൻ്റെ മുടിയൊക്കെ കെട്ടി വന്ന അലമ്പായിട്ടൊക്കെ ഇരിക്കുകയാണ്. ഞാൻ ചീപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നു. ഇപ്പോൾ സമയമായിട്ടില്ല. ഇപ്പോൾ വരും മേരി ജസ്ലിൻ്റെ. ഇതാണ് അറിയാലോ. ജസ്ലിനെ അട്രാക്ട് ചെയ്തൊരു സാധനമാണ് ഇവിടുത്തെ ഫൗണ്ടൈൻ, വാട്ടർ ഫൗണ്ടൈൻ. കുറച്ച് കഴിയുമ്പോൾ എത്തും. ഇപ്പോൾ 7 മണി ആയിട്ടേ ഉള്ളൂ. നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന അപ്പം ജോലിക്ക് പോയിരിക്കും. അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ പിന്നെ ആ സമയത്താണ് അറിയത്തുള്ളൂ വീട്ടിൽ പിന്നെ അവർ വന്നെന്നുള്ള കാര്യം. അതുപോലെയൊക്കെ നടക്കില്ലെന്ന് കണ്ടറിയാം. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അറൈവൽ കൺഫേംഡ് ആയിട്ടുണ്ട്.
നമ്മുടെ ഫ്ലൈറ്റ് 6707 ബോംബെ. അവർ ശരിക്കും കണക്ഷൻ ഉണ്ട്, 2 ഫ്ലൈറ്റ് കയറി വരുന്ന സീഷൽസിൽ നിന്ന് ബോംബെ, ബോംബെയിൽ നിന്ന് കൊച്ചി. സാരമില്ല, അവര് വരുന്നുണ്ട്, മീഡിയ വരുന്നുണ്ട്. മമ്മിയും വന്ന് ജോമിയെങ്കില് വന്നേ, ജോമിയെങ്കില് വന്നേ. വലിയ തമ്പി ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മേരി അങ്ങനെ ലാൻഡ് ചെയ്യുകയാണ്. വീണ്ടും ഒരു ജസ്ലിൻ്റെ ആൻറ്റി കൊണ്ടുവന്ന കളിപ്പാട്ടം ഒഴിയേണ്ട. 5 മണിയായി, 6-7 മണിയൊക്കെ ആകുമ്പോൾ അപ്പം വരും. നമ്മൾ ആ സമയമാകുമ്പോൾ ഇവരങ്ങോട്ട് മാറ്റും വേറെ റൂമിലോട്ട്. അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആരംഭം അറിയാം എന്താവും. ഇത് കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ വരും. ആൻറ്റി ഉറക്കവാ. ഇല്ല, കളിപ്പാട്ടം തരാന്നാ പറയാ. അടുത്ത ആള് വരുമ്പോ സർപ്രൈസ്. എന്താ രാത്രിയായി. അപ്പനോട് നമ്മൾ പറയുന്നത് എൻ്റെ കൂട്ടുകാരൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരൻ വിളിക്കാനും പറഞ്ഞിട്ടാണ് അപ്പനെ അങ്ങോട്ട് കയറ്റി വിടുന്നത്. അപ്പോഴായിരിക്കും അമ്മേനെ ചേച്ചിനെയും കാണുന്നത്. ഷബീറുണ്ടോ അവിടെ? ഷബീറേ,